കേരള സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത കുടിശ്ശിക 22% ഉയരും. ക്ഷാമബത്ത കുടിശ്ശിക അഥവാ ഡിയർനെസ് അലവൻസ് ആണ് 22% ഇപ്പോൾ ഉയരുന്നത്. അതുപോലെ തന്നെ ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ കാര്യമെടുത്തു കഴിഞ്ഞാൽ ഇതുവരെ ഒരു ഗഡു പോലും നൽകാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല എന്നതും വസ്തുതയാണ്. 2019 എഫക്റ്റോടുകൂടി 2021 പരിഷ്കരണം നടപ്പിലാക്കിയത്. പക്ഷേ അതിൻ്റെ കുടിശ്ശികയുടെ ഒരു ഗഡു പോലും ഇതുവരെ നൽകാൻ സാധിച്ചിട്ടില്ല. ഇനി DAയുടെ കാര്യമെടുത്തു കഴിഞ്ഞാൽ നിലവിൽ 19% കുടിശ്ശികയായിട്ട് ഉള്ളത്. ഡിയർനെസ് അലവൻസ് 19% കുടിശ്ശികയായിട്ടുള്ളത്. ഈ വരുന്ന 2024 ജൂലൈ മാസം കേന്ദ്ര സർക്കാർ 3% കൂടി DA പ്രഖ്യാപിക്കുന്നതാണ്. അപ്പോഴത്തേക്കും വീണ്ടും കേരള സർക്കാരിൻ്റെ കുടിശ്ശിക 22% ഉയരുന്നതാണ്. പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക 3 ഗഡു നൽകിയെങ്കിലും സർക്കാർ ജീവനക്കാർക്ക് ഇതുവരെ ഒരു ഗഡു പോലും നൽകിയിട്ടില്ല. ശമ്പള പരിഷ്കരണ കുടിശ്ശിക നൽകുന്നതിന് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് 4000 കോടി രൂപയാണ്. ഇത്രയും തുക സമാഹരിച്ചാൽ മാത്രമേ ശമ്പള പരിഷ്കരണ കുടിശ്ശിക നൽകുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിന് കഴിയുകയുള്ളൂ. അപ്പോൾ ഇതിനുള്ള ധനസമാഹരണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ധനമന്ത്രി കേന്ദ്രത്തിലേക്ക് ലെറ്റർ എഴുതിയിട്ടുണ്ട്. ഗ്രാൻഡായിട്ടും അതുപോലെ തന്നെ കടമായിട്ടും ഈ തുക കണ്ടെത്തിയതിന് ശേഷം പെൻഷൻകാർക്കും അതുപോലെ തന്നെ ജീവനക്കാർക്കും ലഭ്യമാക്കേണ്ട തുക ഉടനടി നൽകണം എന്ന് തന്നെയാണ് ഇപ്പോൾ തീരുമാനം എടുത്തിട്ടുള്ളത്.